നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെക്കുറിച്ച് എന്താണ് തീരുമാനം എടുത്തിട്ടുള്ളത്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ എന്ത് തീരുമാനമാണ് എടുത്തിട്ടുള്ളത്, മനസ്സിലായല്ലോ? അപ്പോൾ ഇത് ഒന്നാമത്തെ കാർഡ്, രണ്ടാമത്തെ കാർഡ്, മൂന്നാമത്തെ കാർഡ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജിയാണ് കേട്ടോ. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യിപ്പിക്കാൻ നോക്കരുത്. പേഴ്സണൽ റീഡിംഗ് വേണ്ടവർക്ക് വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇട്ടിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കാർഡ് സെലക്ട് ചെയ്തോളൂ. നമ്മൾ നോക്കുക നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി, പിന്നെ എന്താണ് അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. നിങ്ങളുടെ പേഴ്സണെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, തേർഡ് പാർട്ടി അല്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ അവസ്ഥ, നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്, പിന്നെ എന്ത് തീരുമാനമാണ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ സംബന്ധിച്ചുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് തീരുമാനിച്ചിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ കാർഡ് സെലക്ട് ചെയ്തോളൂ. ഭഗവാനെ. അപ്പം നമുക്ക് കാർഡ് റീഡിങ്ങിലേക്ക് പോകാം. ഇത് രണ്ടാമത്തെ കാർഡ്, ഇത് മൂന്നാമത്തെ കാർഡ്. നമ്മൾ ഒന്നാമത്തെ കാർഡിൻ്റെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. ഭഗവാനെ, ആദ്യം നമുക്ക് ഓറക്കൽ മെസ്സേജ് നോക്കാം. ഭഗവാനെ, ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഭഗവാനെ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഭഗവാനെ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഭഗവാനെ, ഓം നമഃ ശിവായ. നമുക്ക് റീഡിങ് കാർഡ്സ് എടുക്കാം കേട്ടോ. കഴിഞ്ഞു. ഭഗവാനെ, ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണ് ഭഗവാനെ? ഭഗവാനെ, ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജസ് എന്താണ്? ഭഗവാനെ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. കുറേ കാർഡ്സ് അങ്ങ് വീണ് കേട്ടോ. എടുക്കുകയാണ്, എല്ലാ കാർഡും ഞാൻ എടുക്കുകയാണ്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാർഡ്, നിങ്ങൾ എന്തെങ്കിലും കാര്യം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഇപ്പോഴാണ് ശരിക്കുള്ള സമയം, തുടങ്ങിക്കോളൂ, സക്സസ്ഫുൾ ആകും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് പലർക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജസ് ആണ് കേട്ടോ. കുറേ പേരുടെ എനർജീസ് ഇവിടെ വരുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടത്തണമെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം അത്യാവശ്യമാണ്, സഹായം അത്യാവശ്യമാണ്. അതുകൊണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നൊരു കാർഡ് പറയുന്നത്, നിങ്ങളിപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കർമ്മത്തിൻ്റെ ഫലമാണ് എന്ന് പറയുന്നുണ്ട്. വേറൊരു കാർഡ് പറയുന്നത്, നിങ്ങളിപ്പോൾ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് കുറേ പ്രാരാബ്ധങ്ങളുണ്ട്. അപ്പോൾ എങ്ങനെ ഇതൊക്കെ ചെയ്യുമെന്ന്, മീൻസ് നിങ്ങൾ മറ്റുള്ളവരോട് പറ്റില്ല എന്ന് പറയാനോ മനസ്സ് ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ എല്ലാവരുടെയും ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇപ്പോൾ ഒരു രക്ഷയില്ല, നിങ്ങൾ വഴിമുട്ടി നിൽക്കുകയാണ്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്ന നിങ്ങൾ പറ്റില്ല എന്ന് പറയാൻ പരിശീലിക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെയുള്ളത്, മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ വളരെ ദയയോടും കനിവോടും സംസാരിക്കണമെന്ന് പറയുന്നുണ്ട്. റൂഡായിട്ട് സംസാരിക്കരുത്. നിങ്ങളുടെ ടോൺ, നിങ്ങൾ യൂസ് ചെയ്യുന്ന വേർഡ്സിന് കുഴപ്പമില്ലായിരിക്കും, പക്ഷെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ടോൺ പ്രശ്നമായിരിക്കാം. പിന്നെ ഒരു കാർഡ് പറയുന്നത്, നിങ്ങൾ ഭൗതികമായ കാര്യങ്ങളിൽ ഒബ്സസ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്, നിങ്ങൾ കുറച്ചും കൂടെ സ്പിരിച്വൽ ആവണമെന്ന് പറയുന്നുണ്ട്. പിന്നത്തെ കാർഡ് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു യാത്രയ്ക്ക് തുടക്കം കുറിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ യാത്ര നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളിത് വളരെ സന്തോഷപൂർവ്വം ഈ യാത്രയ്ക്ക് ഒരുങ്ങണം എന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നത്, നിങ്ങൾ കുണ്ടലിനി യോഗ, നിങ്ങളുടെ ചക്രാസിൽ ബ്ലോക്ക് ഉണ്ട്, അപ്പോൾ യോഗ പ്രാക്ടീസ് ചെയ്യണം. കുണ്ടലിനി യോഗ പ്രാക്ടീസ് ചെയ്യണം. 7 ചക്ര ബോഡിയിലുണ്ടെന്നാണ് പറയുന്നത്, യോഗ പറയുന്നത്. അതെല്ലാം അൺബ്ലോക്ക് ചെയ്യാനായിട്ട്. പിന്നെ നിങ്ങളുടെ ചിലരുടെ ജീവിതത്തിൽ വളരെയധികം നല്ല കാര്യങ്ങൾ, പല കാര്യങ്ങളും നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ചുരുളഴിയാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ
ഓക്കെ, സമയമായില്ല. നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നടക്കാതെ വരുമ്പോൾ നമ്മൾ വിചാരിക്കില്ലേ, ഓക്കെ സമയമായിട്ടില്ലായിരിക്കും എന്ന് വിചാരിക്കുന്ന ആ കാര്യങ്ങൾ ഇപ്പോൾ നടപ്പിലാവാൻ തുടങ്ങും. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ കാണാനിടവരും. മിസ്റ്ററി, മിറക്കിളൊക്കെ കാണാനിടവരും എന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങളൊരു വഴിത്തിരിവിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ശരിയായ വഴി തിരഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ദൈവത്തിനോട് പ്രാർത്ഥിക്കണം, വഴി കാണിച്ചു തരാൻ എന്ന് പറയുന്നുണ്ട്. പിന്നത്തെ കാർഡ് പറയുന്നത് വളരെയധികം ക്ഷമ. നിങ്ങൾക്ക് ക്ഷമ കുറവാണ്. അപ്പോൾ ക്ഷമ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ക്ഷമ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, നിങ്ങളോട് ഒരാളൊരു ഓക്കെ നീ അവിടെ വെയിറ്റ് ചെയ്യും, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോകുമ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ഷമയില്ല, നിങ്ങൾ അവിടെ നിന്ന് സ്ഥലം വിടും. അപ്പോൾ ദൈവം പറയുന്നുണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പ്രാർത്ഥിക്കുമ്പോൾ അത് അപ്പം തന്നെ നടന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ക്ഷമയില്ലാത്തത് കൊണ്ടാണത്. അപ്പോൾ ക്ഷമയോടെ കാര്യങ്ങൾ നടക്കാൻ കാത്തിരിക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ, പിന്നെ അതുപോലെ തന്നെ കാര്യങ്ങൾ പോസിറ്റീവായി, ഇപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് കിട്ടിയില്ലെങ്കിൽ അത് ചിലപ്പോൾ നമ്മളെ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കാം, പക്ഷെ അത് നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത് കേട്ടോ, അതൊന്ന് നോക്കുക. പിന്നെ ദൈവം പല രൂപത്തിൽ പല വഴിക്കാണ് നമ്മൾക്ക് മെസ്സേജസ് തരിക. അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കാനുള്ള ഒരു സ്പിരിച്വാലിറ്റിയും കൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണമെന്ന് യൂണിവേഴ്സ് പറയും. നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് നടക്കുക, അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നില്ല ദൈവം ഉത്തരം പറയുന്നത്. നമ്മളുടെ ചോദ്യങ്ങൾക്ക്, നമ്മളുടെ പ്രാർത്ഥന എല്ലാം അതിനെല്ലാം ഉത്തരം കിട്ടുന്നുണ്ട് നമുക്ക്. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ബോധം നമ്മൾ വളർത്തിയെടുക്കണം. അല്ലാതെ ദൈവം ഞാൻ പ്രാർത്ഥിച്ചിട്ടൊന്നും നടന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നടക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യവും അതിനുള്ള മറുപടി. ഇപ്പം നടന്നില്ലെങ്കിൽ അതിന് എന്തുകൊണ്ടാണ് നടക്കാത്തതെന്ന് ദൈവം കാണിച്ചു തരുന്നുണ്ട്. പക്ഷെ അത് നിങ്ങൾക്ക് കാണാനുള്ള മനസ്സില്ല, അവിടെയാണ് പ്രശ്നം വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണ്? 6 ഓഫ് കപ്സ് ആണ്. 6 ഓഫ് കപ്സ് ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ ആണ്. 6 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ്, പഴയതിലേക്ക് പോകാനുള്ള ഒരു ആഗ്രഹം. അപ്പോൾ ഈ തേർഡ് പാർട്ടി, നിങ്ങളുടെ പേഴ്സണിൻ്റെ ലൈഫിലുള്ള തേർഡ് പാർട്ടി, നിങ്ങളുടെ പേഴ്സണ് പണ്ടേ പരിചയമുള്ള ഒരു ആളാണ്. ചിലപ്പോൾ ബാല്യകാല സഖിയോ സഖാവോ ആരൊക്കെയോ ആണ്, ഒപ്പം പഠിച്ചവരോ, അങ്ങനെ എന്തോ ഒരു ബന്ധമാണിത്. അപ്പം അത് ഒന്നും കൂടെ ഇപ്പൊ പുതിയതായ പോലെ എന്ന് വെച്ചാൽ പഴയ ബന്ധങ്ങൾ പുതുക്കിയ പോലെയാണ് കാണിക്കുന്നത് കേട്ടോ. നമുക്ക് ഇതിലൊരു ക്ലാരിഫിക്കേഷൻ നോക്കാം. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വളരെ സന്തോഷത്തിലാണെന്നാണ് പറയുന്നത്. പഴയ ബന്ധം പുതുക്കിയതിൽ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം സന്തോഷത്തിലാണ്. അപ്പോൾ പണ്ട് അടുക്കാൻ പറ്റാത്ത ആരോ എന്തോ കാര്യങ്ങളെ കൊണ്ട് നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങൾ ഇപ്പോൾ പുനഃസ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്ന പോലെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ആ ഓർമ്മകളിലേക്ക്, കുട്ടിക്കാലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ. അതിനെക്കുറിച്ച് ആലോചിച്ച് സന്തോഷിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സ്നേഹമല്ല എന്നാണ് പറയുന്നത് കേട്ടോ. ഇവിടെ ഓപ്ഷൻ അല്ല, തീരുമാനമുണ്ട്. സ്നേഹിക്കുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സൺ. പക്ഷേ നേരത്തെ പരിചയമുള്ളവരെ കണ്ടെത്തിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. പക്ഷെ അവരോടുള്ള സ്നേഹം പുതുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് റിവേഴ്സ്, ഏസ് ഓഫ് കപ്സ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അതിനർത്ഥം നിങ്ങളുടെ പേഴ്സൺ സ്നേഹം പുതുക്കാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ ബന്ധം പുതുക്കാൻ ആഗ്രഹിക്കും. അവരോട് സംസാരിക്കാനും അവരെ മീറ്റ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഒരു സ്നേഹബന്ധം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടല്ല. ഇതെല്ലാം കപ്സ് ആണ് വന്നിരിക്കുന്നത്, ഇതെല്ലാം വാട്ടർ സൈൻസ് ആണ്, ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ. അപ്പോൾ ഇത് മൊത്തം ഇമോഷണൽ ആയ ഒരു സിറ്റുവേഷൻ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ? നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ കാർഡ് പറഞ്ഞിരിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ അതും ഏസ് ഓഫ് കപ്സ് റിവേഴ്സ് ആണ് കേട്ടോ. നിങ്ങൾ കാണണം എന്ന് വെച്ചിട്ട് വന്നതാണത്. ഏസ് ഓഫ് കപ്സ് ഈ റിവേഴ്സ് കാണിച്ചത് ഏസ് ഓഫ് കപ്സ് റിവേഴ്സ് തന്നെയാണ്. നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോട് സ്നേഹമില്ല കേട്ടോ. അത് തറപ്പിച്ച് പറയുകയാണ്. തേർഡ് പാർട്ടിയുമായിട്ടൊരു സ്നേഹബന്ധം തുടങ്ങാനോ ഒന്നുമല്ല നിങ്ങളുടെ പേഴ്സൻ്റെ ഉദ്ദേശം, അതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിന് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ടൊരു സ്നേഹബന്ധം പുനഃസ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ചിലപ്പോൾ പണ്ട് ഇവർ തമ്മിൽ സ്നേഹമായിരുന്നിരിക്കാം, പക്ഷെ ഇപ്പോൾ നിങ്ങൾ പേഴ്സൻ്റെ ജീവിതത്തിലുള്ളത് കൊണ്ട് തന്നെ ഈ പേഴ്സൺ പുതിയൊരു റിലേഷൻഷിപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് വെർഗോ സോഡിയാക് സൈൻ ആണ്. ഇതിനെക്കുറിച്ച് തേർഡ് പാർട്ടി കണക്ഷൻ, ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ കാര്യമായിട്ട് ചിന്തിക്കുന്നുണ്ട്. സ്നേഹിക്കാൻ വേണ്ടിയിട്ടല്ല, എന്തുകൊണ്ടാണ് ഇത് നിന്ന് പോയത് എന്നൊക്കെ ആയിരിക്കും ആഗ്രഹിക്കുന്നത്.
അപ്പോൾ ഇവരെ കണ്ടെത്തിയതിൽ നിങ്ങളുടെ പേഴ്സണ് വളരെയധികം സന്തോഷമുണ്ടെന്ന് പറയുന്നുണ്ട്. നോക്കാം. ഓക്കെ, ഇവർക്ക് ഒന്നും കൊടുക്കാനൊന്നും നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. ഇവരുമായിട്ടൊരു സ്നേഹബന്ധം തുടങ്ങാനോ ഇവരെ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാനോ ഒന്നും നിങ്ങളുടെ പേഴ്സണ് ആഗ്രഹമല്ല. പക്ഷേ പേഴ്സൺ ഇങ്ങനെ ചുഴിഞ്ഞ് എന്തുകൊണ്ടാണ് ഇവരെ കാണാനും സംസാരിക്കാനും ആഗ്രഹിക്കുന്നത് ചുഴിഞ്ഞ് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ അവരെ മീൻസ് മുമ്പ് കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇവർ തമ്മിൽ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവും, അത് നടന്നില്ല. മനസ്സിലായോ? പക്ഷേ ആ ഒരു നമ്മൾ ഒരാളെ ഒരിക്കൽ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവരോടൊരു ആത്മബന്ധം തോന്നുമല്ലോ. അല്ലാതെ ഇപ്പോൾ വേറെ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ഒരാൾ തിരിച്ച് നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് ഈ തേർഡ് പാർട്ടിയുടെ ലൈഫിലേക്ക് പോകാനോ അവരുമായിട്ടൊരു ഫിനാൻഷ്യൽ കണക്ഷൻ തുടങ്ങാനോ ഒരു സ്നേഹബന്ധം തുടങ്ങാനോ ഒന്നും ആഗ്രഹിക്കുന്നില്ല കേട്ടോ. ആ ഒരു പ്രായത്തിൽ നിന്ന് ആ ഒരു സിറ്റുവേഷനിൽ നിന്നൊക്കെ നിങ്ങളുടെ പേഴ്സൺ മാറി. പക്ഷെ എന്നാലും നമ്മൾക്ക് ഈ നമ്മൾ ഒരുമിച്ച് കളിച്ച് വളർന്ന ആളുകളെ നമ്മൾ നല്ലോണം അറിയുന്നവരാണ് അവർ. അപ്പൊ അവരെ കാണുമ്പോൾ ചെറുപ്പകാലത്തിലെ ആ ഒരു കളി തമാശയും മീൻസ് പല കാര്യങ്ങളും ചെയ്ത് വഴക്കിട്ടതും മനസ്സിലായോ, കുറേ കാര്യങ്ങൾ ഓർമ്മകൾ നിങ്ങളുടെ പേഴ്സണ് വരുന്നുണ്ട്. പക്ഷെ ഒരിക്കലും ഈ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ തേർഡ് പാർട്ടിക്ക് അത്രയധികം ഇമ്പോർട്ടൻസ് ഒന്നും നിങ്ങളുടെ പേഴ്സൺ കൊടുക്കുന്നില്ല. ഇതൊരു സുഹൃത്ത് ബന്ധം മാത്രമാണ്. അല്ലാതെ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് തേർഡ് പാർട്ടിയുടെ കൂടെ പോകണം, അവരെ വിവാഹം കഴിക്കണമെന്നൊന്നും ആഗ്രഹിച്ചില്ല. പണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ടാവും. അപ്പം നിങ്ങൾക്ക് ടെൻഷനാണ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോട് സംസാരിക്കുമ്പോൾ. കാരണം നിങ്ങൾ ഉപേക്ഷിച്ച് പോകുമോ എന്നൊരു ടെൻഷൻ. അപ്പം നിങ്ങളുടെ പേഴ്സൺ ഒന്നും തുറന്ന് പറയുന്നുമില്ല. അതിൻ്റെതായൊരു വെപ്രാളം ഉണ്ട് നിങ്ങൾക്ക്. ഇവിടെ വെർഗോ ലിയോ ആണ് സോഡിയാക് സയൻസ് സ്ട്രോങ് ആയിട്ട് വന്നേക്കുന്നത്. ഇവിടെ വേറൊരു കാര്യം കൂടി പറയാം. ഒരു വെർഗോ സ്ത്രീയും ഒരു ലിയോ പുരുഷനും തമ്മിലുള്ള ബന്ധം, അവര് ഫ്രണ്ട്സ് ആണെങ്കിലും അവര് ഇപ്പോൾ എന്താ പറയുക, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് വിവാഹം കഴിച്ച് അല്ലെങ്കിൽ സീരിയസ് ആയ റിലേഷൻഷിപ്പിലാണെങ്കിലും ഈ ഒരു ലിയോ, അത് പ്രത്യേകിച്ച് വെർഗോ സ്ത്രീയും ലിയോ പുരുഷനും ആണെങ്കിൽ അവർ തമ്മിൽ ഭയങ്കര ഒരു ബോണ്ട് ഉണ്ട്. അവർ വെറും ഫ്രണ്ട്സ് ആണെങ്കിലും നെയ്ബേഴ്സ് ആണെങ്കിലും അവർ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. അതെന്താ പരിപാടി എന്ന് എനിക്ക് ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല. ഒരു ലിയോ പുരുഷനും ഒരു വെർഗോ സ്ത്രീയും തമ്മിൽ വിവാഹം കഴിച്ചാൽ അവർ ലൈഫ് ലോങ് വളരെ ഹാപ്പി ആയിട്ട് നിൽക്കും. അവരൊരിക്കലും ഡിവോഴ്സിലേക്ക് പോവുകയോ വഴക്കിടുകയോ, രണ്ടുപേരും തമ്മിൽ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ്. അവിടെ ഇവർ രണ്ടുപേരും തമ്മിൽ ഭയങ്കര, ലിയോ കുറേയൊക്കെ ഇൻസെക്യൂരിറ്റീസ് ഉള്ളവരാണ്, അതുപോലെ തന്നെയാണ് വെർഗോ. അപ്പോൾ എന്ത് പറ്റുന്നത്, ഇവർ രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്ത് ഒരേ വേവ് ലെങ്ത്തിൽ പൊക്കോളും. മീൻസ് അവർ തമ്മിൽ കോമ്പറ്റീഷൻ വരുന്നില്ല. ഈ ലിയോയും വെർഗോയും കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇപ്പം നിങ്ങളുടെ പേഴ്സൺ വെർഗോ ആണ്, അവർ ലിയോ ആണ് തേർഡ് പാർട്ടി എങ്കിൽ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലുണ്ട്. പക്ഷേ ഒരു കണക്ഷനിലിരിക്കുന്ന ഒരാൾ ആ കണക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിച്ചിട്ട് ഒരു തേർഡ് പാർട്ടിയുടെ പുറകെ പോവുക എന്ന് പറഞ്ഞാൽ അതൊട്ടും പ്രാക്ടിക്കൽ അല്ല. വെർഗോ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വളരെ ലോജിക്കലും പ്രാക്ടിക്കലും ആയിരിക്കും. അപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ ബർത്ത് ചാർട്ടിൽ എവിടെയെങ്കിലും ഒരു വെർഗോയോ ഒരു ലിയോ ഉണ്ടാവും. അതുപോലെ തന്നെ തേർഡ് പാർട്ടിയുടെയും. അപ്പൊ അവർ തമ്മിലുള്ള ഒരു ബോണ്ട് ഉണ്ട്. പക്ഷെ എന്നും പറഞ്ഞിട്ട് ഇപ്പോഴത്തെ പാർട്ട്നേഴ്സിനെയൊക്കെ തട്ടിത്തെറിപ്പിച്ച് പുതിയൊരു റിലേഷൻഷിപ്പ് തുടങ്ങാം എന്നൊരു മണ്ടത്തരം ബുദ്ധിയൊന്നും ഇവർക്കില്ല. അങ്ങനെയുള്ള ചിന്തയൊന്നും ഇവർക്കില്ല കേട്ടോ. അപ്പൊ ആ സമയമെല്ലാം കഴിഞ്ഞു പോയി. ഇപ്പൊ ഒന്നും ഓഫർ ചെയ്യാനില്ല എന്നാണ് പറയുന്നത്. സ്നേഹവും ഓഫർ ചെയ്യുന്നില്ല, പണവും ഓഫർ ചെയ്യുന്നില്ല, പുതിയ ഓഫേഴ്സ് ഒന്നുമില്ല. മനസ്സിലായോ? ഇതൊരു കണ്ടു. അപ്പോൾ വളരെയധികം സന്തോഷം ഉണ്ടായി, നൊസ്റ്റാൾജിക് ആവുന്നു പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. നിങ്ങളുടെ പേഴ്സൺ അത് തീരുമാനിച്ച് വെച്ചിരിക്കുന്ന കാര്യം. നിങ്ങളുടെ പേഴ്സൺ സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ തീരുമാനം എടുത്തിട്ടുണ്ട്. ഒരു തേർഡ് പാർട്ടിയുടെയും പുറകെ പോവില്ല. അതെന്തായാലും ഈ തേർഡ് പാർട്ടിയുടെ പുറകെ നിങ്ങളുടെ പേഴ്സൺ പോകില്ല. ഇത് ആദ്യം തുടങ്ങിയ കൺഫർമേഷൻ ഡിസിഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൻ്റെ കേട്ടോ. അങ്ങനെയാണെങ്കിൽ തേർഡ് പാർട്ടിയോടുള്ള നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്താണ്? നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോട് ഇപ്പോഴുള്ള ഫീലിങ്സ് എന്താണ്? ഭഗവാനെ, എല്ലാ ബന്ധങ്ങളും സ്നേഹബന്ധങ്ങളല്ല, ശാരീരിക ബന്ധത്തിന് വേണ്ടിയിട്ടുള്ളതല്ല. അതിനൊക്കെ ഉപരിയായ കുറേ ബന്ധങ്ങളുണ്ട്. അതാണ് ഇവിടെ കാണിക്കുന്നത് നമ്മൾ. പഴയ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് നിങ്ങളുടെ പേഴ്സണ്. അത് ഷുവറാണ്, അതുണ്ട്. എന്നുവെച്ചാൽ ഈ എന്താ പറയുക, അടിച്ച് കളിച്ച് വളർന്നവരാകുമ്പോൾ അവർക്ക് നമ്മളെ നന്നായിട്ട് അറിയാം. ആ ഒരു ഇതുണ്ടാവും. നമ്മൾ പണ്ട് പരിചയമുള്ള ആളുകളെ കാണുമ്പോൾ അങ്ങനെയാണ്. അപ്പം ഇവിടെ
ആദ്യം കണ്ടപ്പോൾ നിങ്ങളുടെ പേഴ്സണ് ഭയങ്കര സന്തോഷമൊക്കെ ആയെങ്കിലും അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്, അത് എത്രയേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് ഈ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര എക്സൈറ്റഡ് ആയെങ്കിലും പിന്നെ പിന്നെ ഈ പേഴ്സൺ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട് തേർഡ് പാർട്ടിയെ. മനസ്സിലായോ? പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചവരാണ്. അപ്പോൾ ആ ഒരു ബന്ധമാണ് നിങ്ങളുടെ പേഴ്സണൽ തേർഡ് പാർട്ടി. അപ്പോൾ ആദ്യം കണ്ടപ്പോൾ, കുറേ വർഷങ്ങൾക്ക് ശേഷം ആദ്യം കണ്ടപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര എക്സൈറ്റഡ് ആയി. പക്ഷെ പിന്നീട് സ്ഥലകാല ബോധം വന്നു. മനസ്സിലായി? പിന്നെ ആദ്യം ഭയങ്കര അവരോട് സ്ഥിരം വിളിച്ച് സംസാരിക്കുക, അവരെ കാണാൻ പറ്റുമെങ്കിൽ കാണണം, അവരുടെ മെസ്സേജസിന് അപ്പം തന്നെ റെസ്പോൺസ് കൊടുക്കുക, വളരെ മുഖത്ത് ഭയങ്കര സന്തോഷം, വളരെയേറെ എക്സൈറ്റഡ്, മുള്ളിച്ചാടൽ, പാട്ടുപാടൽ, മൂളിപ്പാട്ട് പാടൽ, ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങളുടെ പേഴ്സണ് ഇഷ്ടംപോലെ വേറെ കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ. മനസ്സിലായി? നിങ്ങളുടെ പേഴ്സൺ നല്ലോണം യാത്ര ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ക്ലോഷർ വേണം, ഒരു അവസാനം വേണം. അപ്പോൾ ഇവർ തമ്മിൽ ചിലപ്പോൾ അടിച്ചു പിരിഞ്ഞവരായിരിക്കാം, ചിലപ്പോൾ സംസാരിക്കാതെ രണ്ട് വഴിക്ക് പോയവരായിരിക്കും. ഒരു തീരുമാനം എടുക്കുക. അപ്പോൾ അതിനൊക്കെ പറഞ്ഞ് തീരുമാനം എടുക്കുക. അതെല്ലാം നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് നീ അന്ന് പറയാണ്ട് പോയത്, പിന്നെ നീ എന്തുകൊണ്ടാണ് പെട്ടെന്ന് മറ്റേയാളെ വിവാഹം കഴിച്ചത്, ഇതൊക്കെയാണ് ഇവർ തമ്മിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം അതൊന്നും അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷ, അതാണ് നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോടുള്ളത്. അല്ലാതെ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിക്ക് പുതിയ ഓഫർ ഒന്നും കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. മനസ്സിലായി? തേർഡ് പാർട്ടി ഇപ്പം നിങ്ങളുടെ പേഴ്സണെ തിരിച്ച് പഴയ ഓർമ്മയിലൊക്കെ അറ്റാച്ച്മെന്റ് കാണിച്ചാലും നിങ്ങളുടെ പേഴ്സൺ അതിനെല്ലാം റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു തരത്തിലും തേർഡ് പാർട്ടി ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ സാജിറ്റേറിയസ് സോഡിയാക് സൈൻ ഉണ്ട്, അതുപോലെ ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ ആണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഇതിൽ നിന്ന് ഇറങ്ങിപ്പോരും കേട്ടോ. അത്ര എന്ന് വെച്ചാൽ ഇത് ഇവിടെ ഒരു വേണ്ടാത്ത റിലേഷൻഷിപ്പിലേക്കൊന്നും നിങ്ങളുടെ പേഴ്സൺ പോവില്ല. അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഉള്ള ആളല്ല എന്നാണ് പറയുന്നത്. എന്താണ് ഡിസിഷൻ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ? നമ്മൾ ആദ്യം കാണാൻ തുടങ്ങിയതാണ് നിങ്ങളുടെ പേഴ്സണൽ ഡിസിഷൻ തേർഡ് പാർട്ടിയെ കുറിച്ച്. എന്നാൽ എന്ത് തീരുമാനമാണ് എടുത്തിരിക്കുന്നത്? ഇൻഡിസിഷൻ, ഹെസിറ്റേഷൻ, റെക്ലെസ്നെസ്, ഫിയർലെസ്നെസ്, ബാഡ് ചോയ്സസ്, റിസ്ക് ടേക്കിംഗ്. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സിറ്റുവേഷനിൽ ഒരു റിസ്ക് എടുക്കാൻ റെഡിയല്ല. ഈ പേഴ്സൺ ഓൾറെഡി ഹാപ്പിയാണ് നിങ്ങളായിട്ട്. മനസ്സിലായല്ലോ? അപ്പോൾ പിന്നെ വേറൊരു പഴയ റിലേഷൻഷിപ്പ്, അതും നടക്കാത്ത റിലേഷൻഷിപ്പ്, ചിലപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സണെ പറ്റിച്ചു പോയ തേർഡ് പാർട്ടിയും ആയിരിക്കാം. മനസ്സിലായോ? എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നല്ല അനുഭവങ്ങളുള്ള തേർഡ് പാർട്ടിയുമായിട്ട് അത്ര മീൻസ് വേദനിപ്പിക്കുന്ന അനുഭവങ്ങളല്ല ഒരു തേർഡ് പാർട്ടി ആണിത്. അപ്പോൾ പണ്ടത്തെ നമുക്ക് ആ വൈരാഗ്യ ബുദ്ധി ഇല്ല. ഇപ്പോൾ പേഴ്സൺ ഹാപ്പിയാണ്. നമ്മൾ എപ്പോഴാണെന്നറിയോ പഴയ ആളുകളോട് ദേഷ്യം വരുന്നത്? നമ്മളിപ്പോൾ ഹാപ്പി അല്ലെങ്കിലാണ്. ഇപ്പം നമ്മൾ ഒരാളെ സ്നേഹിച്ചു, അയാൾ ഇട്ടിട്ട് പോയി. ഇപ്പം നമ്മൾ വിവാഹം കഴിച്ചിരിക്കുന്ന ആളെ, നമ്മൾ കമ്മിറ്റഡ് ആയിട്ടിരിക്കുന്ന ആളോട് നമ്മൾ ഹാപ്പി അല്ല. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ കമ്മിറ്റഡ് അല്ല, നമുക്ക് റിലേഷൻഷിപ്പ് ഇല്ല, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ പഴയ ബന്ധങ്ങളിൽ നമുക്ക് ദേഷ്യം വരുന്നത്, വൈരാഗ്യം വരുന്നത്. പക്ഷെ നമ്മളിപ്പോൾ ഹാപ്പിയാണ്, നമ്മുടെ ഹസ്ബൻഡ് വളരെ നല്ല ആളാണ്, നമ്മളെ ഭാര്യ നല്ല ആളാണ്. സോറി. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ തേർഡ് പാർട്ടി ഒന്നും നമ്മുടെ പാസ്റ്റിലുള്ള ആൾക്കാരൊന്നും ഒന്നുമല്ല. അവർ തിരിച്ചു വന്നാലും നമ്മൾ ഓക്കെ, ആ വൈരാഗ്യ ബുദ്ധി പോയി, അവരോട് അറ്റാച്ച്മെന്റ് പോയി, ഒരു ബോണ്ട് ഉണ്ടായിരുന്നു എന്നുവെച്ചാൽ കുറേ അനുഭവങ്ങളുണ്ട് ഒരുമിച്ച്. ആ ഒരു കാര്യമാണ് നമുക്കുള്ളത് മനസ്സിൽ. അല്ലാതെ അവരോട് സ്നേഹമോ അവരെ തിരിച്ച് സ്വീകരിക്കാനോ ഒന്നുമല്ല നിങ്ങളുടെ പേഴ്സൻ്റെ ഉദ്ദേശം. നിങ്ങളുടെ പേഴ്സണെ റിസ്ക് എടുക്കില്ല തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട്. അവരെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല, അവരെ മാനിപ്പുലേറ്റ് ചെയ്യാനോ ആഗ്രഹിക്കുന്നില്ല. അവരുമായിട്ടൊരു റിലേഷൻഷിപ്പ്, കാരണം അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ പാഠം നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ഇനി രണ്ടാമതൊരു നല്ലൊരു ജീവിതം നിങ്ങളുമായിട്ടുള്ളപ്പോൾ ഇതെല്ലാം കളഞ്ഞു കുളിച്ച് ഒരു തേർഡ് പാർട്ടി, വളരെ വേദനിപ്പിച്ച് കടന്നുപോയ ഒരു തേർഡ് പാർട്ടി തിരിച്ച് ലൈഫിലേക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നേ ഇല്ല എന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പം ഹാപ്പിയാണ്, ഇഷ്ടംപോലെ പണമുണ്ട്. പണം ഉണ്ടാക്കുക എന്നതാണ് അത് നിങ്ങളുടെ മക്കളുടെയും നിങ്ങളുടെയും ഇനി ഫ്യൂച്ചർ, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ. അപ്പോൾ നിങ്ങളെ അല്ലലില്ലാതെ നോക്കുക എന്നതാണ് നിങ്ങളുടെ പേഴ്സന്റെ ഉദ്ദേശം. അല്ലാതെ ഈ വഴിയെ പോയ തേർഡ് പാർട്ടിക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് നല്ലൊരു ജീവിതം കൊടുക്കുക എന്നൊന്നും നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. ആ തേർഡ് പാർട്ടിയുമായിട്ടുള്ള കണക്ഷൻ കഴിഞ്ഞു, അത് വിട്ട് കഴിഞ്ഞു കേട്ടോ. നിങ്ങൾ ഇപ്പോഴും അവരോട് സംസാരിക്കുന്നത് കാണുന്നുണ്ടാവും, തേർഡ് പാർട്ടിയെ നിങ്ങളുടെ പേഴ്സൺ സംസാരിക്കുന്നത് കാണുന്നുണ്ടാവും. പക്ഷേ ഈ പേഴ്സൺ അവരുടെ അടുത്തേക്ക് തിരിച്ചു പോകാൻ, അവരുടെ ലൈഫിലേക്ക് കൈപിടിച്ച് കയറ്റാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല കേട്ടോ. ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ഒരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങിലാണ് മുമ്പോട്ട് പോകുന്നതെന്നാണ് പറയുന്നത്. അക്വേറിയസ്, ഏരീസ്, ക്യാൻസർ, പൈസീസ്, ജെമിനായി, ഇത്രയും സോഡിയാക് സൈനാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പം ഇതാണ് ഒന്നാമത്തെ കാർഡിൻ്റെ റീഡിങ്.
നല്ല റീഡിംഗ് ആണ്. നിങ്ങൾ കുറേ ആദ്യ പിടിക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ, ആവശ്യമില്ലാതെ. മനസ്സിലായോ? ഭവാനി, ആരൊക്കെ വന്നാലും നിങ്ങളുടെ പേഴ്സൺ വളരെ എന്താ പറയുക, വളരെ ലോജിക്കലായിട്ട് പെരുമാറുന്ന ഒരാളാണ്. അല്ലാതെ ഇന്നലെ മീൻസ് ഇറങ്ങി വിട്ടിട്ട് പോയ ഒരാൾ തിരിച്ചു വരുമ്പോൾ എന്നാൽ പിന്നെ ഇവരുടെ കൂടെ പോവാം, ഒരു പ്രാവശ്യം നമുക്ക് അടി കിട്ടി എന്നാലേ കുഴപ്പമില്ല, ട്രൈ ചെയ്യാം എന്ന് വിചാരിക്കുന്ന ഒരു എനർജിയല്ല. അപ്പം നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക. ഇനി നമ്മൾ രണ്ടാമത്തെ കാർഡിൻ്റെ റീഡിങ്ങിലേക്ക് പോവാണ് ഭഗവാനെ. ഓറക്കൽ മെസ്സേജസ് ആണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ കുറേ കാർഡ്സ് വീണിട്ടുണ്ടായിരുന്നു, ഇതിൽ വീഴുമോ നോക്കാം. ഇതിലെന്താണ് ദൈവം മറുപടി തരാൻ പോകുന്നത് ഭഗവാനെ? രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കൽ മെസ്സേജസ് ആണ് ഭഗവാനെ വേണ്ടത്. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കൽ മെസ്സേജസ് തരണം ഭഗവാനെ. ഭഗവാനെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കൽ മെസ്സേജസ് തരട്ടെ ഭഗവാനെ. നമുക്ക് കാർഡ് എടുക്കാം ഭഗവാനെ. കാർഡ് മറിഞ്ഞോ? ഒരു ഫീലിംഗ് മറിഞ്ഞെങ്കിൽ കാണുന്നുണ്ട്. ഓക്കെ ഭഗവാനെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കൽ മെസ്സേജ് തരണേ ഭഗവാനെ. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കൽ മെസ്സേജസ് തരണേ. ഒരു പ്രാവശ്യം നമുക്ക് ചെയ്ത് നോക്കാം. കാർഡ്സ് ഒന്നും വന്നില്ല, ഒരു കാർഡാണ് വന്നേക്കുന്നത്. ഈ കാർഡ് പറയുന്നത് നിങ്ങൾ എന്താണോ വിതയ്ക്കുന്നത് അത് കൊയ്യും എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം നമുക്ക് തിരിച്ചു കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പം നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന നല്ല കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ നല്ല കർമ്മത്തിൻ്റെ ഫലമാണ്, ചീത്ത കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ ചെയ്ത തെറ്റായ കർമ്മങ്ങൾക്കുള്ള ഫലമാണെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? ഏസ് ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ്, പാപ്പരാണ്. ഒരു പണത്തിന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു സിറ്റുവേഷൻ. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആണത്. അപ്പോൾ അത് മാത്രമല്ല, നല്ല കാര്യങ്ങൾ മുമ്പിൽ വന്നാൽ അത് സ്വീകരിക്കാനുള്ള ഒരു ബോധം ഇല്ലാത്തൊരു എനർജിയും കൂടിയാണ്. അപ്പോൾ നല്ല സ്നേഹം ഒരാൾ ഓഫർ ചെയ്തിട്ട് അത് കാണാതെ കിട്ടാത്ത എന്തിൻ്റെയോ പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ എന്നും പറയുന്നുണ്ട് ഇവിടെ, കേട്ടോ. നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ചിലരങ്ങനെയാണല്ലോ, നല്ല കാര്യങ്ങളൊന്നും ചിലർക്ക് പിടിക്കില്ല, ചിലപ്പോൾ കണ്ണിനെ കാണില്ല അവർ, അങ്ങനെ ഒരു സിറ്റുവേഷൻ പോലെ. ക്ലാരിഫൈ ചെയ്യുന്നത് 3 കാർഡ്സ് ആണ്. ഇവിടെ ഒരു തേർഡ് പാർട്ടി, സ്ട്രോങ് ആയിട്ടുള്ള വളരെ ക്രൂവൽ ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി ഉണ്ട് നിങ്ങളുടെ പേഴ്സണിൻ്റെ ലൈഫിൽ, കേട്ടോ. വളരെ 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 ക്രൂവൽ ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി. ആ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ ശരിക്കും പറ്റിക്കുന്നുണ്ട്, ഭയങ്കര കള്ളത്തരം. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ ഇത് കാണാനുള്ള കണ്ണില്ല, ബോധമില്ല എന്നാണ് പറയുന്നത്. ഈ പേഴ്സണിൻ്റെ ചുറ്റുമുള്ളവർ ഈ പേഴ്സണോട് പറയുന്നുണ്ട് അങ്ങോട്ട് പോകണ്ട, അത് കൊള്ളില്ല എന്ന് പറഞ്ഞ്. പക്ഷേ ഈ പേഴ്സൺ സമ്മതിക്കില്ല. വളരെയധികം കള്ളത്തരമുള്ള ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലുണ്ട്. ഇത് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാര്യയായിരിക്കാം, അല്ലെങ്കിൽ ഇത് വിവാഹം കഴിച്ച് കുഞ്ഞുങ്ങളുള്ള ഒരു തേർഡ് പാർട്ടിയാണിത്, മക്കളുള്ള ഒരു തേർഡ് പാർട്ടിയാണ്. ആണായാലും പെണ്ണായാലും വളരെയധികം നിങ്ങളുടെ പേഴ്സണെ മാനസികമായിട്ട് വിഷമിപ്പിക്കുന്ന തേർഡ് പാർട്ടിയാണ്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ഈ തേർഡ് പാർട്ടിയുടെ കള്ളത്തരം നിങ്ങളുടെ പേഴ്സണെ തിരിച്ചറിയാൻ പറ്റുന്നില്ല, അങ്ങനെ കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് സ്ട്രോങ് ആയിട്ടുള്ള സോഡിയാക് സൈൻ ഒന്നും വന്നിട്ടില്ല. നമുക്ക് നോക്കാം. ഇതുണ്ടോ, ഏസ് ഓഫ് കപ്സ് റിവേഴ്സ് വന്നിട്ടുണ്ട്. ഇവിടെ സ്നേഹമില്ലായ്മ കാണിക്കുന്നുണ്ട്. ഭഗവാനെ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, അവസ്ഥ എന്താണ്, അതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? നിങ്ങളുടെ പേഴ്സൺ
തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണിൻ്റെ അടുത്ത് നിന്ന് പൈസ എടുത്തിട്ടുണ്ടോ? അങ്ങനെ ഇവിടെ വന്ന് ട്രാപ്പ് ആയതാണ്. ഇവിടെ ഒരു പൊട്ടിത്തെറി എല്ലാം ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായോ? നിങ്ങളുടെ പേഴ്സൺ ഇത്തിരി ഉഴപ്പ് സ്വഭാവമുള്ള ഒരാളാണ്. അപ്പോൾ സഹായങ്ങൾ ചെയ്തൊരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള പുതിയൊരു കണക്ഷനാണ്. അപ്പോൾ ഈ തേർഡ് പാർട്ടി, പക്ഷേ ഇവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൺ കാരണം തേർഡ് പാർട്ടിയുടെ ലൈഫിലാണോ പൊട്ടിത്തെറി ഉണ്ടായത്? അവരാണോ അവരുടെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന ആളെ ഉപേക്ഷിച്ചിട്ട് ഇറങ്ങി പോകുന്നതാണോ നിങ്ങളുടെ പേഴ്സൺ കാരണം? അങ്ങനെ ഒരു ഇത് കാണിക്കുന്നില്ല. അപ്പം നിങ്ങളുടെ പേഴ്സൺ ഒരു പ്ലെയർ എനർജിയാണ്, കമ്മിറ്റ്മെൻറ്റ് കൊടുക്കാത്തൊരു എനർജിയാണ്. പക്ഷെ ഇവിടെ വന്ന് പെട്ടുപോയി, ട്രാപ്പായിപ്പോയി. ഈ തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ട്രാപ്ഡാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലുള്ള തേർഡ് പാർട്ടി അതിബുദ്ധിമതി അല്ലെങ്കിൽ ഒരു ബുദ്ധിമാനായ ഒരു എനർജിയാണ്. ഇവിടെ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ ഇത് തേർഡ് പാർട്ടി കള്ളത്തരം പറയുന്നതായിരിക്കാം. നിങ്ങൾ കാരണം എൻ്റെ ജീവിതം നശിച്ചു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഭയങ്കര ഇമോഷണലാണ്. കാരണം ഇവർ നിങ്ങളുടെ പേഴ്സൺ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. നിങ്ങളുടെ പേഴ്സൺ കാരണം ഇവരുടെ ജീവിതം തന്നെ നഷ്ടമായി, എനിക്കിപ്പോൾ ആരുമില്ല എന്നൊക്കെ ഡയലോഗ്സ് അടിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ അത് ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. ഇവിടെ സ്കോർപിയോ സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളുടെ പേഴ്സണെ ഇമോഷണലി ട്രാപ്പ് ചെയ്ത് വെച്ചേക്കുകയാണ് തേർഡ് പാർട്ടി. ഇടവും വലവും തിരിയാൻ വയ്യ നിങ്ങളുടെ പേഴ്സണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണ് പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ളത് തേർഡ് പാർട്ടി പൈസ കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണ്. നിങ്ങളുടെ പേഴ്സൺ അല്ല തേർഡ് പാർട്ടിക്ക് പൈസ കൊടുക്കുന്നത്. നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടി പൈസ കൊടുത്ത് മീൻസ് അടിമപ്പെടുത്തി വെച്ചേക്കുകയാണെന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവരുടെ അടുത്ത് നല്ലോണം പൈസയുള്ള ഒരു എനർജിയാണ്. പക്ഷേ ഇവർ അവരുടെ ജീവിതം നഷ്ടമായത് നിങ്ങളുടെ പേഴ്സൺ പേഴ്സൺ റിലേഷൻഷിപ്പിലേക്ക് വന്നതുകൊണ്ടാണ് അവർക്ക് അവരുടെ ജീവിതം നഷ്ടമായത് എന്നാണ് അവർ ഒരു ഡ്രാമ ഉണ്ടാക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ. പേഴ്സണ് മനസ്സിലാവുന്നില്ല സത്യം എന്താണെന്ന്. പേഴ്സൺ ഭയങ്കര ഗിൽറ്റി കോൺഷ്യസ് ആണ്. അപ്പോൾ ആ ഒരു ഗിൽറ്റി കോൺഷ്യസ് കൊണ്ട് ഇവിടെ പെട്ടുപോയി. ഇവിടെ നിന്ന് ഇമോഷണലി ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ കരച്ചിലും പിഴിച്ചിലും ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങും എല്ലാം ഉള്ളതുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ ഇതിനകത്ത് പെട്ടുപോയി. ഇറങ്ങാൻ പറ്റുന്നില്ല ഈ പേഴ്സൺ ഇതിനകത്ത്. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ട് ഭയങ്കര ഒബ്സെസ്ഡ് ആണ് കേട്ടോ. കുറ്റബോധമുണ്ട്. അതല്ലാതെ തന്നെ ഭയങ്കരമായ അറ്റാച്ച്മെന്റ് ഉണ്ട് നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? ഒരു കാർഡ് മാറി. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോട് ഹാപ്പി അല്ല. അവിടെ ട്രാപ്പ് ചെയ്ത പോലെയാണ് നിങ്ങളുടെ പേഴ്സൺ ജീവിതം. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ ആ സിറ്റുവേഷൻ ആക്സെപ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൺ കണ്ട പോലെ ആദ്യം പരിചയപ്പെട്ടപ്പോൾ മാർക്കറ്റിംഗ് വളരെ അടിപൊളിയായിരുന്നു. തേർഡ് പാർട്ടി ഭയങ്കര നന്നായിട്ട് ഡ്രസ്സ് ചെയ്യുന്ന ഒരു എനർജിയാണ്. നന്നായിട്ട് സംസാരിക്കും, തമാശകൾ പറയും, മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കും, സ്വന്തം കാര്യങ്ങൾ സ്വയം ചെയ്യാൻ കഴിവുള്ള ആളാണ്, ഭയങ്കര കോൺഫിഡൻ്റ് ആണ് എന്ന്. കാരണം ഈ ഭയങ്കര അറ്റൻഷൻ സീക്കറാണ് ഈ തേർഡ് പാർട്ടി. എപ്പോഴും ആ അറ്റൻഷൻ വേണം അവർക്ക്. അപ്പോൾ അതെന്ത് ഇവർ ഒരു സ്ഥലത്തുണ്ടെങ്കിൽ ഒച്ചയിൽ സംസാരിക്കുക, ഒച്ചയിൽ പൊട്ടിത്തെറിക്കുക, അസഭ്യകരമായ വാക്കുകൾ ഉപയോഗിക്കുക, നല്ല വൃത്തിയിൽ അനാവശ്യം പറയുന്ന ഒരു എനർജിയാണ് അവർ. നന്നായിട്ട് ചീത്ത പറയും എന്നുവെച്ചാൽ വളരെ അസഭ്യം പറയുന്ന ഒരു എനർജിയാണ്. അപ്പം ചിലർക്ക് അത് അട്രാക്ഷൻ ആയിട്ട് തോന്നും, ചിലർക്ക് അതൊരു ഇന്നസെൻസ് ആയിട്ട് തോന്നും. നിങ്ങളുടെ പേഴ്സൺ അങ്ങനെയാണ് അതിനകത്ത് കയറിയത്. അപ്പോൾ ഇവർ ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിച്ച ആൾക്കാരെ അട്രാക്ട് ചെയ്യുക, എല്ലാവരോടും ഫ്രണ്ട്ലി ആവുക, വളരെ നന്നായിട്ട് ഡ്രസ്സ് ചെയ്യുക, മനസ്സിലായി, കാണാനും മോശമല്ല, അങ്ങനത്തെ ഒരു എനർജിയാണ്. അപ്പം അങ്ങനെയാണ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ ലൈഫിലേക്ക് കയറിയത്, അങ്ങോട്ട് ചെന്ന് കയറിയത്. പക്ഷേ പിന്നീട് നിങ്ങളുടെ പേഴ്സണ് കാര്യങ്ങൾ പിടുത്തം കിട്ടി. തേർഡ് പാർട്ടിയുടെ സ്വഭാവം അത്ര പോരാ. കാരണം തേർഡ് പാർട്ടിക്ക് പേഴ്സണൽ ഗോൾസ് ഉണ്ട്. അവർ മറ്റുള്ളവരോട് എന്ത് സഹായം, ഒരു 10 രൂപ കൈ കൊടുത്താലും ഒരു 100 രൂപയുടെ എക്സ്പെക്റ്റേഷൻസ് തേർഡ് പാർട്ടി വെക്കുന്നുണ്ട്. ഈ കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സണ് പയ്യാണ് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? പക്ഷേ രസം എന്താണെന്ന് വെച്ചാൽ തേർഡ് പാർട്ടി അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ ആക്സെപ്റ്റ് ചെയ്യണം തേർഡ് പാർട്ടിയെ എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. ഇവർ തമ്മിൽ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഹാർമോണിയസ് എന്ന് പറഞ്ഞാൽ എല്ലാ സ്വരച്ചേർച്ചയില്ല ഇവർ തമ്മിൽ. അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് അല്ല. രണ്ടുപേരും നന്നായിട്ട് അനാവശ്യം പറയുന്ന 2 പേരാണ്. വായി തോന്നുന്നത് നേരെ കാണുമ്പോൾ വായി തോന്നണം വിളിച്ചു പറയുന്ന 2 എനർജീസാണ്. ഉപദ്രവിക്കുക, ഫിസിക്കൽ അബ്യൂസ്, അതുപോലെ സംസാരത്തിൽ അനാവശ്യങ്ങൾ പറയുന്ന 2 എനർജീസാണ് നിങ്ങളുടെ പേഴ്സണും ഈ തേർഡ് പാർട്ടിയും. അപ്പോൾ അതൊരു രസമായിട്ട് ഇവർക്ക് തോന്നുന്നുണ്ട്.
മറ്റുള്ളവരെ കളിയാക്കുക, ഇൻസൾട്ട് ചെയ്യുക, അതൊക്കെ ഇവർക്ക് ഭയങ്കര ഈസിയാണ്. നിങ്ങളുടെ പേഴ്സണും അതുപോലത്തെ എനർജിയാണ്, ഈ തേർഡ് പാർട്ടിയും അതുപോലത്തെ എനർജിയാണ്. അപ്പോൾ രണ്ടു പേർക്കും അവരുടേതായ പേഴ്സണൽ കാര്യങ്ങളുണ്ട്. അവർ രണ്ടുപേരും ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന അവരുടേതായ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയാണ്, ഒരുമിച്ചുള്ള കാര്യങ്ങളല്ല, ഓരോരുത്തരുടെ കാര്യം. നിങ്ങളുടെ പേഴ്സൺ ഇഷ്ടം പോലെ പണം വേണം, തേർഡ് പാർട്ടിക്ക് വീട് നോക്കാനും കുട്ടികളെ നോക്കാനും അവരുടെ കാര്യങ്ങൾ നടത്താനും, ഇപ്പോൾ കടയിൽ പോകാനോ മനസ്സിലായി, സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാനോ അവരെ എവിടെയെങ്കിലും പോകുമ്പോൾ കൂട്ടുപോകാനോ ഒക്കെയാണ് ഇവർക്ക് ഈ നിങ്ങളുടെ പേഴ്സണിൻ്റെ ആവശ്യം. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഈ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ്. ഇവർ തമ്മിൽ എല്ലായിടത്തും പറയുന്ന ഡിസ്ഹാർമണിയാണ്. ഇവർ തമ്മിൽ സ്വരച്ചേർച്ചയേ ഇല്ല, മനപ്പൊരുത്തമേ ഇല്ല. കണ്ടപ്പോൾ പുറംപൂച്ച് കണ്ട് ഈ വെളിച്ചം കാണുമ്പോൾ, ലൈറ്റ് കാണുമ്പോൾ ലൈറ്റിലേക്ക് അടുക്കുന്ന, തീനാളത്തിലേക്ക് അടുക്കുന്ന ഈയാമ്പാറ്റകളെ കണ്ടിട്ടില്ലേ? കത്തിപ്പോവുക, നിങ്ങൾ ചത്തുപോകും. പക്ഷെ എന്നാലും ആ തീയുടെ അട്രാക്ഷനിൽ ചെന്ന് കയറുന്ന നിങ്ങളുടെ പേഴ്സൺ ഏകദേശം അതുപോലെയാണ്. ഈ അട്രാക്ഷൻ, ഈ പ്രഭ കണ്ടിട്ട് അങ്ങോട്ട് ചെന്ന് കയറിയതാണ്, അവിടെ പെട്ടുപോയി. ഇപ്പൊ ചിറകെല്ലാം കരിഞ്ഞ് അവിടെ പെട്ട് കിടക്കുകയാണ്, അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ പറ്റുന്നില്ല, പറക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ്. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ, നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി ഒരു എന്താ പറയുക, ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കാണുന്നത്. വെച്ചാൽ പൈസ കിട്ടാനുള്ള ഒരു ആള് വെച്ചാൽ നിങ്ങളുടെ പേഴ്സണ് പൈസയ്ക്ക് ആവശ്യമുള്ള, അപ്പോൾ തേർഡ് പാർട്ടി കൊടുത്ത് സഹായിക്കുന്നുണ്ട്. ഇഷ്ടംപോലെ പൈസ നിങ്ങളുടെ പേഴ്സണിന്റെ കയ്യിൽ വരുന്നുണ്ട്. അത് നിങ്ങളിലേക്ക് വരുന്നില്ല എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ ഈ പേഴ്സണ് എല്ലാ കാര്യത്തിലുള്ള പൈസ തേർഡ് പാർട്ടി കൊടുക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിക്ക് അടിമയായ പോലെയാണ് നിൽക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ ആ സിറ്റുവേഷൻ നിങ്ങളുടെ പേഴ്സൺ ആക്സെപ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അതൊരു വല്ലാത്ത മെന്റാലിറ്റിയിൽ ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള സോഡിയാക് സൈൻ ഒന്നും വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോട് എന്ത് ഡിസിഷനാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് നോക്കാം. തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്ത് ഡിസിഷനാണ്, ഒരു തീരുമാനവും നിങ്ങളുടെ പേഴ്സൺ എടുത്തിട്ടില്ല. മനസ്സിലായോ? അപ്പോൾ തേർഡ് പാർട്ടിയെ വഞ്ചിക്കാൻ പറ്റില്ല എന്നൊരു ചിന്ത, നിങ്ങളോട് വഞ്ചിക്കും, നിങ്ങളെ മീൻസ് ഉപദ്രവിക്കണോ, നിങ്ങളെ വേദനിപ്പിക്കുന്നൊന്നും ഈ പേഴ്സൺ ഒരു പ്രശ്നമല്ല. പക്ഷെ തേർഡ് പാർട്ടിയെ വേദനിപ്പിക്കാൻ പറ്റില്ല എന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. കാരണം തേർഡ് പാർട്ടി സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു എനർജിയാണ്. ഇഷ്ടംപോലെ ചിലപ്പോൾ ഇവരുടെ ഡിവോഴ്സി ആയിരിക്കാം, സ്ത്രീ ആയാലും പുരുഷനായാലും, കുട്ടികളുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യുന്ന അന്ന് ഇവർ നിങ്ങളുടെ പേഴ്സണെ വിശ്വസിപ്പിക്കുകയാണ്. ശരിക്കും നിങ്ങളുടെ പേഴ്സണാണ് ഇവർ പൈസ ചിലവാക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ, കാര്യങ്ങളെല്ലാം നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ വളരെയധികം ആരാധനയോടെയാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ട്, അതുപോലെ തന്നെ തേർഡ് പാർട്ടിക്ക് നല്ല നിങ്ങൾക്ക് കൺട്രോൾ ഇല്ലായിരുന്നു നിങ്ങളുടെ പേഴ്സണില്. തോന്നുമ്പോൾ പോവുക, തോന്നുമ്പോൾ വരിക, വെള്ളം അടിക്കുക, കറങ്ങി നടക്കുക, ഫ്രണ്ട്സിൻ്റെ കൂടെ തോന്നിയ പോലെ ജീവിക്കുക, അങ്ങനത്തെ. പക്ഷെ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നല്ലൊരു കൺട്രോൾ വെക്കുന്നുണ്ട്. നിങ്ങൾ ഈ പേഴ്സണ് തോന്നുന്ന പോലെ ജീവിക്കാൻ പറ്റില്ല, തോന്നുന്ന പോലെ പോയി വരാൻ പറ്റുന്നില്ല, ആരോടെങ്കിലും ഇഷ്ടമുള്ളവരോട് സംസാരിക്കാനോ ഒന്നുമില്ല. തേർഡ് പാർട്ടി എപ്പോഴും റെക്കോർഡ് വെക്കുന്നുണ്ട് ഇവരെവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടിയെ ഉപേക്ഷിക്കാനുള്ള ഒരു തീരുമാനമെടുക്കാൻ നിങ്ങളുടെ പേഴ്സണ് പറ്റില്ല. നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോട് ഭയങ്കര ആരാധനയാണ്. അപ്പോൾ തൽക്കാലത്തേക്ക് തേർഡ് പാർട്ടിയുടെ കൂടെ നിൽക്കാൻ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നതെന്നാണ് പറയുന്നത്. മനസ്സിലായോ? എന്ന് വെച്ചാൽ രണ്ട് ചീത്ത കൂടിയപ്പോൾ ഒരു നല്ലതുണ്ടായ പോലെ. മനസ്സിലായോ? അതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അതാണ് രണ്ടാമത്തെ റീഡിങ്. ഇവിടെ വെർഗോ പൈസസ് വന്നിട്ടുണ്ട്, ലിബ്ര ഉണ്ട്, കേൾക്കുമ്പോൾ കുറെ പേർക്ക് സങ്കടമാവും, പക്ഷെ അതാണ് സത്യം. സ്കോർപ്പിയോ അതന്നെ ആർക്കൊക്കെയോ നല്ല ദേഷ്യം വരുന്നുണ്ട്. സ്കോർപ്പിയോ ഓക്കെ, പറഞ്ഞിട്ടെന്തായാലും ഓരോന്നും വരാനുള്ളത് വരും. ഓക്കെ, അപ്പം അതാണ് രണ്ടാമത്തെ കാർഡിൻ്റെ റീഡിങ്. ഇനി നമ്മൾ മൂന്നാമത്തെ കാർഡിൻ്റെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ഭഗവാനെ, മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജസ് തരണേ ഭഗവാനെ. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജസ് തരണേ ഭഗവാനെ.
മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് തരണേ ഭഗവാനെ. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജസ് തരണേ ഭഗവാനെ. ഒരു ഷഫിളും കൂടെ ചെയ്യാം. ഭഗവാനെ 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 ഭഗവാനെ. ഓക്കെ, കാർഡ്സ് എടുത്ത് നോക്കാം. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജസ് ആണ്. ഭഗവാനെ ഇനി കാർഡ്സ് വരുമെന്ന് നോക്കാം. ഭഗവാനെ നമുക്ക് കിട്ടേണ്ട കാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഇവിടെ ഒരു കാർഡാണ് വന്നിരിക്കുന്നത്. ഡിലേസ്. നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലെല്ലാം ഡിലേ വരുന്നുണ്ട്. യൂണിവേഴ്സ് പറയുന്നത് ഈ ഡിലേ വരുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കാനുള്ള സമയമായിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. നടക്കാനുള്ള സമയമായിട്ടില്ല എന്ന്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? സ്ട്രെങ്ത് കാർഡ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ലിയോ സോഡിയാക് സൈൻ ആണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു കാര്യം തീരുമാനമെടുക്കാനോ ഒരു കാര്യത്തിൽ മുന്നിട്ടിറങ്ങാനോ ഒന്നും ധൈര്യമില്ല. ഈ പേഴ്സന്റെ ധൈര്യമെല്ലാം ചോർന്ന് പോയ പോലെയാണ്. മനസ്സിലായി? അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. ഒട്ടും ധൈര്യമില്ല. ശരി ഏതാണ്, തെറ്റേതാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അതൊന്നും ഈ പേഴ്സൺ അറിയില്ല എന്നാണ് പറയുന്നത്. ഒരു കാര്യം തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ഈ പേഴ്സണ്. ഒരു കൺട്രോള് പോലെയും കൂടിയാണ് ഇത് കാണിക്കുന്നത് കേട്ടോ. കാത്തിരിക്കുകയാണ്. സഹായത്തിന് വേണ്ടിയിട്ടാണോ കാത്തിരിക്കുന്നത്? ഭഗവാനെ, സഹായത്തിന് മാത്രമല്ല സ്നേഹത്തിന് വേണ്ടി കാത്തിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. മനസ്സിലായോ? പുതിയൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പുതിയൊരു ബന്ധം തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ തേർഡ് പാർട്ടിയോട്ടുള്ള കണക്ഷൻ, തേർഡ് പാർട്ടിയുമായിട്ട് ഒരു ലവ് റിലേഷൻഷിപ്പ് തുടങ്ങാനാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നതെന്നാണ് പറയുന്നത്. എനിക്ക് വേറൊരു മെസ്സേജ് വരുന്നത് എന്തെന്നറിയാമോ? ഈ പേഴ്സൺ ആരെയോ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങളെ ആയിരിക്കും, അറിയില്ല. എന്തായാലും ആരെയോ കണ്ടിട്ട് ആ സ്നേഹം തുറന്ന് പറയാൻ പറ്റുന്നില്ല. ഇവിടെ സ്നേഹം നിങ്ങൾ കൊടുക്കാനോ വാങ്ങിക്കാനോ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതിനുള്ള ധൈര്യമില്ല. വാ തുറന്ന് പറയാൻ പറ്റുന്നില്ല. ഇഷ്ടമാണെന്ന കാര്യം പറയാൻ പറ്റുന്നില്ല. അപ്പം മറ്റേയാള് ഇഷ്ടമാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ കൊള്ളാം എന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങളോടുള്ള ഫീലിങ്സ് ആവാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആവാം, എന്തുമായിക്കോട്ടെ. അപ്പോൾ സ്നേഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന മീൻസ് വളരെയധികം ആഗ്രഹമുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? നിങ്ങളോടുള്ള ഫീലിങ്സ് ആണെന്നാണ് തോന്നുന്നത്. തേർഡ് പാർട്ടി ആയോടുള്ള ഫീലിങ്സ് അല്ല. ചിലപ്പോൾ നിങ്ങൾ ഈ തേർഡ് പാർട്ടിയെ കുറിച്ച് അറിഞ്ഞപ്പോൾ അകന്നിട്ടുണ്ടാവും പേഴ്സണിൽ നിന്ന്. മനസ്സിലായി? നിങ്ങൾ ഒരു തരത്തിലും മിണ്ടാനോ ആ പേഴ്സണോട് സഹകരിക്കാനോ നോക്കുന്നില്ലായിരിക്കാം. ഭയങ്കര ദേഷ്യമായിരിക്കാം. ഇപ്പൊ പേഴ്സണ് സത്യം തുറന്ന് പറയണം, നിങ്ങളെ സ്നേഹമാണെന്ന് പറയണം, നിങ്ങൾ മാത്രമേ ഉള്ളൂ മനസ്സിൽ എന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അത് പറയാനുള്ള ധൈര്യം കിട്ടുന്നില്ല. കാരണം നിങ്ങൾ കടിച്ചു കീറാൻ നിൽക്കുന്ന പോലെയാണ്. സിംഹമാണ് അവിടെ. കടിച്ചു കീറാൻ നിൽക്കുന്ന പോലെയാണെന്നാണ് പറയുന്നത്. നോക്കട്ടെ, എന്താണ് നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ? പേഴ്സൺ അടുത്ത സ്റ്റെപ്പിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. ഹാർട്ട് ബ്രേക്ക് ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ. നിങ്ങളുമായിട്ട് ഒബ്സഷനാണ് ഈ പേഴ്സൺ കേട്ടോ. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ സന്തോഷമൊന്നുമില്ല. അപ്പോൾ നേരത്തേക്ക് അടിച്ചു പൊളിച്ച് ജീവിച്ചിരുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പോൾ ഈ പേഴ്സണിന്റെ ലൈഫിന് ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്. വളരെയധികം മനസ്സിന് വിഷമം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നെഗറ്റീവ് ഫേസിലാണ് ഈ പേഴ്സൺ. ഒട്ടും കോൺഫിഡൻസ് ഇല്ല, സന്തോഷമില്ല, ആരോടും സംസാരിക്കാനുള്ള മൂഡില്ല. മനസ്സിലായോ? ഇപ്പോൾ ഈ പേഴ്സൺ പുതിയ ജോലി അന്വേഷിച്ച് പോയപ്പോഴാണോ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പെട്ടുപോയത്? മനസ്സിലായോ? അങ്ങനെ ഒരു തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതാണോ? ഇനി നിങ്ങളോട് സത്യം പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഈ പേഴ്സൺ ഒരു അഡിക്ഷൻ ഉണ്ട്. നിങ്ങളോടാണ് അഡിക്ഷൻ, തേർഡ് പാർട്ടിയോടല്ല നിങ്ങളുടെ പേഴ്സൺ അഡിക്ഷന്.
നിങ്ങളാണ് ഈ പേഴ്സണെ ഹാർട്ട് ബ്രേക്ക് കൊടുത്തേക്കുന്നത്. 3 ഇതൊന്നും തേർഡ് പാർട്ടി കണക്ഷൻ ഇല്ലാത്ത തേർഡ് പാർട്ടി കണക്ഷൻ പറഞ്ഞിട്ടാണ് ഇവിടെ നിറയെ 3 കാണിക്കുന്നുണ്ടോ. പക്ഷെ ഇത് രണ്ടും -3 ആണ്. അപ്പം തേർഡ് പാർട്ടി കണക്ഷൻ ഒന്നും ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ നിങ്ങൾ തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ടാക്കിയെടുത്തതാണെന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. ഇവിടെ അത് നിങ്ങളോട് സത്യം തുറന്ന് പറയാന്ന് വെച്ചാൽ നിങ്ങൾ ഒരു തരത്തിൽ നിങ്ങളുടെ പേഴ്സൺ അടുപ്പിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇവിടെ കാപ്രിക്കോൺ സോഡിയാക് സൈൻ ആണ് കാണിക്കുന്നത്, ചെകുത്താനാണ്. അപ്പൊ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് ഒരു ചെകുത്താനാണെന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എനർജിയും ചെകുത്താന്റെ എനർജിയാണ്. നിങ്ങൾ കാരണം ഭയങ്കര ദേഷ്യത്തിലാണ് നിങ്ങൾ. ഒരു കാര്യം നിങ്ങളുടെ പേഴ്സണ് സംസാരിക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് എനിക്കൊരു സംസാരിക്കാൻ ഒരു ചാൻസ് താ, എൻ്റെ നിരപരാധിത്വം വെളിവാക്കാനുള്ള ഒരു ചാൻസ് എനിക്ക് തരണമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ തേർഡ് പാർട്ടി കണക്ഷൻ ഒന്നും ഇല്ല. അത് ചിലപ്പോൾ ആരോടെങ്കിലും നിഷ്കളങ്കമായി സംസാരിക്കുന്ന ആളുകളുണ്ട് നമ്മൾ ചുറ്റും. അല്ലെങ്കിൽ ജോലി, അങ്ങനത്തെ ഒരു ജോലിയിൽ നമ്മളാകുമ്പോൾ നമ്മൾ മറ്റു ആളുകളോട് അധികം സംസാരിക്കേണ്ടി വരും, അവരുടെ ഫോണുകൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ തെറ്റിദ്ധാരണയാണെന്നാണ് ഇവിടെ കാണിക്കുന്നത്. നോക്കാം നമുക്ക് തേർഡ് പാർട്ടിയോടുള്ള നിങ്ങളുടെ പേഴ്സണൽ ഫീലിങ്സ് എന്താണ്. തേർഡ് പാർട്ടി, അങ്ങനെ ഒരു തേർഡ് പാർട്ടി ഉണ്ടോ ഇവിടെ? നിങ്ങളുടെ പേഴ്സണൽ തേർഡ് പാർട്ടിയോട് അട്രാക്ഷൻ ഉണ്ട്, പക്ഷെ അതൊരിക്കലും ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ പേഴ്സൺ കേട്ടോ. അതൊരു നിങ്ങൾ തമ്മിലുള്ള ബന്ധം പ്രശ്നമാക്കാനുള്ള ഒരു സിറ്റുവേഷൻ കാണിക്കുന്നില്ല ഇവിടെ. നിങ്ങളുടെ പേഴ്സണും ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഈ ആളുമായിട്ട് ഒരു എന്താ പറയുക, അറ്റാച്ച്മെന്റ് ഉണ്ട്. അതൊരു ലവ് ആണ് കാണിക്കുന്നത്, ഒരു സോൾമേറ്റ് കണക്ഷൻ പോലെയാണ്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ അത് റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണുമായിട്ട് കണക്ഷൻ വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ പേഴ്സൺ അത് റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരിക്കലും അതിന് അനുവദിക്കുന്നില്ല. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോട് ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു സ്വരച്ചേർച്ചയില്ല നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിൽ. നിങ്ങളുടെ പേഴ്സൺ ഇവരെ റിജക്റ്റ് ചെയ്യുന്നുണ്ട്, മനസ്സിലായോ? പക്ഷേ ഇവരെ ഉപേക്ഷിക്കാൻ നിങ്ങളുടെ പേഴ്സൺ പറ്റില്ല. കാരണം നിങ്ങളുടെ പേഴ്സണും ഇവരും തമ്മിലുള്ള എന്തോ ഒരു എന്താ പറയാ, പൂർവജന്മ ബന്ധം പോലെയുണ്ട്. അതുപോലെ തന്നെ ഇവരും നിങ്ങളുടെ പേഴ്സണും മിണ്ടാതിരിക്കാൻ പറ്റില്ല. അത് അവരുടെ ഫീലിങ്സ് അല്ല, ഇവർ തമ്മിൽ ഇവരുടെ ജോലി സംബന്ധമായ കാര്യമായിരിക്കാം. മനസ്സിലാവുണ്ടോ? അപ്പൊ അതും കൊണ്ടിട്ടാണ് ഈ തേർഡ് പാർട്ടിയുമായിട്ടുള്ള കോണ്ടാക്ട് വെക്കേണ്ടി വരുന്നത്. അല്ലാതെ ഇവിടെ സ്നേഹമായിട്ടൊന്നുമില്ല. ഇവിടെ ഇവർ തമ്മിലൊരു അറ്റാച്ച്മെന്റ് ഉണ്ട്, മനസ്സിലായോ? അപ്പോൾ എന്താ പറയുക, വീട്ടിൽ നിറയെ പ്രശ്നങ്ങളാവുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കുന്ന ഒരാളോട് നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അത് സ്നേഹബന്ധമല്ല, സ്നേഹിക്കുന്നത് നമ്മൾ വേറെ ആളെയാണ്. പക്ഷേ ഈ പേഴ്സണോട് അറ്റാച്ച്മെന്റ് ഉണ്ട്. കാരണം ഞാൻ പറയുന്ന എല്ലാം ശ്രദ്ധയോടെ കേൾക്കും, എന്നെ സമാധാനിപ്പിക്കും, എനിക്ക് അഡ്വൈസ് തരും. അങ്ങനെ ഒരാളോട് നമുക്കൊരു അറ്റാച്ച്മെന്റ് വരും. അതാണ് നിങ്ങളുടെ പേഴ്സൺ ഈ തേർഡ് പാർട്ടിയോടുള്ള അറ്റാച്ച്മെന്റ്. അല്ലാതെ സ്നേഹമായിട്ടൊന്നുമില്ല. നിങ്ങളെ ഉപേക്ഷിക്കാനില്ല. നിങ്ങളുടെ കാര്യങ്ങളാണ്, വീട്ടിലെ പ്രശ്നങ്ങളാണ് ഈ പേഴ്സൺ കൂടുതലും തേർഡ് പാർട്ടിയായിട്ട് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സിറ്റുവേഷൻ മാറാനും നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ, അക്വേറിയസ്, ഏരീസ്, ജെമിനായി, അങ്ങനെയുള്ള ബന്ധമൊന്നും നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. തേർഡ് പാർട്ടി ശരിക്കും പറഞ്ഞാൽ വേറൊരു ബന്ധത്തിലേക്ക് പോകാൻ തേർഡ് പാർട്ടി ആഗ്രഹിച്ചാൽ പോലും നിങ്ങളുടെ പേഴ്സൺ അതിന് ഉടക്കി വയ്ക്കും. നിങ്ങളുടെ പേഴ്സൺ ഒരിക്കലും തേർഡ് പാർട്ടിയുമായിട്ട് അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് കേട്ടോ. അതൊരു വലിയ റിസ്ക് ആയിരിക്കും. വളരെ ശുദ്ധഗതിയുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരോടും സംസാരിക്കാൻ, ആരോടും പറ്റില്ല, എനിക്ക് സംസാരിക്കാൻ സമയമില്ല എന്നൊന്നും പറയാൻ അറിയില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ എന്ത് തീരുമാനമാണ് ഇപ്പം നിങ്ങൾ വട്ടം ഉടക്കുന്നുണ്ട്. അപ്പോൾ തേർഡ് പാർട്ടിയുമായിട്ട് ബന്ധം കണക്ഷൻ വിച്ഛേദിക്കണം, പക്ഷെ അത് ബുദ്ധിമുട്ടാണ് ഇവിടെ. എന്നാലും നിങ്ങളുടെ പേഴ്സൺ എന്താണ് തീരുമാനിച്ചിരിക്കുന്നത് തേർഡ് പാർട്ടിയുടെ കാര്യത്തിനെ കുറിച്ചിട്ടുള്ള എന്താണ് തീരുമാനം? നിങ്ങളുടെ പേഴ്സൺ ഇമോഷണലി തേർഡ് പാർട്ടിയോട് വഴക്കടിക്കാൻ പറ്റില്ലെങ്കിലും ലോജിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് ഞാൻ എൻ്റെ ഹാർട്ട് കൊണ്ടല്ല ഇപ്പോൾ ചിന്തിക്കേണ്ടത്, തല കൊണ്ടാണ്. കാരണം എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആരാണ്, എൻ്റെ റിലേഷൻഷിപ്പാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ആ തീരുമാനം ഞാൻ എടുക്കണം. അപ്പോൾ തേർഡ് പാർട്ടിയെ എൻ്റെ പേഴ്സണ് ഇഷ്ടമല്ലെങ്കിൽ, എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ തേർഡ് പാർട്ടിയെ ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് നിങ്ങളുടെ പേഴ്സൺ അറിയാം. നിങ്ങളുടെ പേഴ്സൺ അതിനുള്ള തയ്യാറെടുപ്പ് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു തീരുമാനം എടുക്കും. തീരുമാനം എടുക്കാനായിട്ട് പറ്റില്ല എന്ന് പറയാനൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഇതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. എന്നാലും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ പ്രശ്നമില്ലാതിരിക്കാനായിട്ട്
നിങ്ങളുടെ പേഴ്സൺ ഒരു പടി താഴത്തേക്ക് ഇറങ്ങാൻ റെഡിയാണ്. മനസ്സിലായോ? അപ്പോൾ പേഴ്സണൽ ഗോൾസ് ഇവിടെ ബന്ധങ്ങൾക്കല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എനിക്ക് എന്താണ് നല്ലത്, അല്ലെങ്കിൽ എൻ്റെ ഫാമിലിക്ക് എന്താണ് നല്ലത്, അതാണ് ഞാൻ തീരുമാനം എടുക്കേണ്ടത് എന്നുള്ള തീരുമാനം നിങ്ങളുടെ പേഴ്സൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ വേണ്ടാന്ന് വെക്കും. തേർഡ് പാർട്ടിയെ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോട് സംസാരിക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് എങ്ങനെയാണെങ്കിൽ എനിക്ക് ആ ബന്ധം വേണ്ട എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് കേട്ടോ. പിന്നെ ഓക്കെ, അപ്പോൾ ഇവിടെ സോഡിയാക് സൈൻസ് ലിബ്ര മാത്രമാണ് വന്നിരിക്കുന്നത്. ലിബ്ര സോഡിയാക് സൈനും പിന്നെ ഏരീസ്, അക്വാരിയസ്, ടോറസ്, ലിയോ, അക്വാരിയസ്, സ്കോർപിയോ, ജെമിനായി. പിന്നെ വന്നിരിക്കുന്നത് കാപ്രിക്കോൺ ആണ്, സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നത്. ഡെവൽ എനർജി ആയിട്ടാണ് കാപ്രിക്കോണിന് വന്നിരിക്കുന്നത്. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എന്തെങ്കിലും ആവട്ടെ. പിന്നെ ഇവിടെ ലിയോ സോഡിയാക് സൈൻ, അത് റിവേഴ്സാണ്, സ്ട്രെങ്ത് കാർഡ് റിവേഴ്സാണ് വന്നിരുന്നാലും ലിയോ ആണത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഞാൻ ഇതോടുകൂടി റീഡിങ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ എൻ്റെ റീഡിങ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ച് നൽകാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുക. വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം. അപ്പോൾ ടേക്ക് കെയർ, ബൈ ബൈ.